എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു അടിപൊളി മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാളയാണ് ചേർക്കുന്നത്. ഞാനൊരു വലിയ സവാളയുടെ പകുതി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 10 മുതൽ 12 ചെറിയ ഉള്ളി വരെ ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതുമാണ് ചേർത്തത്. അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഈ കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ചേർത്തത്. അപ്പോൾ എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷമാണ് ഈ തക്കാളി ചേർത്തിട്ടുള്ളത്. ഈ തക്കാളി നന്നായിട്ട് ഈ പൊടികളൊക്കെ ആയിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇത് വെന്തുടഞ്ഞ് ഈ മസാലയുമായിട്ട് ചേർന്ന് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് മുമ്പ് 2 വലിയ കഷ്ണം കുടംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർക്കണം. അപ്പം ഞാനിവിടെ 1 കിലോ മത്തിയാണ് എടുത്തത്. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള മത്തിയായത് കാരണം ഞാൻ ഓരോ മീനും ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻ വറക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണല്ലോ ഇത് വരഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഓരോ മീനും ഇതുപോലെ 3ആയിട്ടൊന്ന് വരഞ്ഞെടുത്തതേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് വലിയ മത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. തീരെ ചെറിയ മത്തിയാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ വരഞ്ഞെടുക്കണം എന്നില്ല. ഇതിപ്പോൾ ഒരു 10 മത്തി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയാണ്. അപ്പോൾ മീൻ ഇട്ട ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കണ്ട. ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് തീ അല്പം കൂട്ടി വയ്ക്കാം. എന്നിട്ടിതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് പകുതി ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. മീനൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. വീണ്ടും ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം. ഒരല്പം കൂടി ഈ ചാറൊന്ന് വറ്റാനുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇപ്പോഴും തിളച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇതേ ഞാനിപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് തുറന്നത്. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്